ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പൽ ഗതാഗത തടസ്സവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ ആശങ്കപ്പെടേണ്ടതില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. പശ്ചിമേഷ്യയിൽ സംഘർഷം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ തങ്ങളുടെ ഇന്ത്യൻ സുഹൃത്തുക്കൾ സുരക്ഷിതമായ കൈകളിലാണെന്നും ആശങ്കകൾക്ക് സ്ഥാനമില്ലെന്നും ഇന്ത്യയിലെ ഇറാൻ എംബസി സാമൂഹിക മാധ്യമമായ എക്സ് വഴി അറിയിച്ചു. ലോകത്തെ ഊർജ്ജ വിതരണത്തിന്റെ 20% കടന്നുപോകുന്ന അതീവ തന്ത്രപ്രധാനമായ ഈ പാത നിലവിൽ ഇറാന്റെ നിയന്ത്രണത്തിലാണ്. സംഘർഷം ആരംഭിച്ചതിനു ശേഷം ചൈന, റഷ്യ, ഇറാഖ്, പാകിസ്ഥാൻ തുടങ്ങിയ ചുരുക്കം ചില രാജ്യങ്ങൾക്ക് മാത്രമാണ് ഈ പാത വഴി യാത്രാനുമതിയുള്ളത്. ഗതാഗത തടസ്സം കാരണം ഇന്ത്യയിലേക്കുള്ള ഇന്ധന വിതരണത്തിൽ വലിയ പ്രതിസന്ധി നേരിട്ടിരുന്നുവെങ്കിലും നിലവിൽ 8 ഇന്ത്യൻ കപ്പലുകൾ ഹോർമൂസ് കടലിടുക്കിൽ സുരക്ഷിതമായി പുറത്തെത്തിയിട്ടുണ്ട്. ഇതിൽ ഏകദേശം 94,000 ടൺ LPG വഹിക്കുന്ന BM-TYR എന്നീ കപ്പലുകളും ഉൾപ്പെടുന്നു. എന്നാൽ ഇന്ത്യയിലേക്കുള്ള LPG, ക്രൂഡ് ഓയിൽ, LNG എന്നിവയുമായി എത്തിയ 19 കപ്പലുകൾ ഇപ്പോഴും അവിടെ കുടുങ്ങിക്കിടക്കുകയാണെന്നാണ് ഔദ്യോഗിക വിവരം. ഇതിൽ 10ഓളം വിദേശ കപ്പലുകളും 8 ഇന്ത്യൻ കപ്പലുകളും ഉൾപ്പെടുന്നു. സംഘർഷത്തെ തുടർന്ന് 500ഓളം കപ്പലുകളാണ് ഈ ഇടുങ്ങിയ പാതയിൽ കുടുങ്ങിയത്. നിലവിൽ മുൻഗണനാക്രമത്തിൽ കപ്പലുകൾക്ക് പുറത്തെടുക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കി വരികയാണെന്ന് ഇറാൻ അധികൃതർ വ്യക്തമാക്കി. അതേസമയം ഹോർമൂസ് കടലിടുക്കിലൂടെയുള്ള കപ്പൽ ഗതാഗതം സംരക്ഷിക്കണമെന്ന ബഹ്റൈന്റെ പ്രമേയത്തിൽ വോട്ടെടുപ്പ് നാളെ നടക്കും. ഇന്ന് UN സുരക്ഷാ കൗൺസിലിൽ നടക്കാനിരുന്ന വോട്ടെടുപ്പാണ് നാളത്തേക്ക് മാറ്റിയത്. വാണിജ്യ കപ്പൽ ഗതാഗതം സംരക്ഷിക്കുന്നതിന് ആവശ്യമായ എല്ലാ പ്രതിരോധ മാർഗങ്ങളും ഉപയോഗിക്കാൻ രാജ്യങ്ങളെ അധികാരപ്പെടുത്തണമെന്നതാണ് പ്രമേയം. അതേസമയം ബലപ്രയോഗത്തെക്കുറിച്ച് പരാമർശിക്കുന്ന ഏതൊരു പ്രമേയത്തെയും എതിർക്കുന്നുവെന്ന് ചൈന പറഞ്ഞു. പ്രമേയത്തിന് GCC രാജ്യങ്ങളുടെ പിന്തുണയുണ്ടെങ്കിലും വീറ്റോ അധികാരമുള്ള ചൈനയും റഷ്യയും സ്വീകരിക്കുന്ന നിലപാടും നിർണായകമാണ്. ഹോർമൂസ് തുറക്കാൻ ഐക്യരാഷ്ട്രസഭയിൽ ബഹ്റൈൻ പ്രമേയം മുന്നോട്ട് വെച്ചിരുന്നു. സുരക്ഷിതമായി കടന്നുപോകാൻ ഉള്ള സുരക്ഷാ മുൻകരുതൽ എടുക്കാൻ ഓരോ രാജ്യത്തിനും അവകാശമുണ്ടെന്നും ഇത് ഉറപ്പാക്കാൻ അന്താരാഷ്ട്ര നിയമ പിന്തുണ വേണമെന്നുമാണ് ആവശ്യം. GCC പിന്തുണയോടെയാണ് ബഹ്റൈന്റെ നീക്കം. അതേസമയം ഒമാന്റെ 3 ടാങ്കറുകൾ ഹോർമൂസ് കടലിടുക്കിലേക്ക് പ്രവേശിച്ചു. ഇറാനിയൻ ജലപാതയിലൂടെയുള്ള വടക്കൻ പാതയ്ക്ക് പകരം സ്വന്തം തീരദേശത്തോട് ചേർന്നാണ് കപ്പലുകൾ സഞ്ചരിച്ചത്. 2 ഓയിൽ സൂപ്പർ ടാങ്കറുകളും ഒരു ലിക്വിഡ് നാച്ചുറൽ ഗ്യാസ് കപ്പലുമാണ് കടലിടുക്കിലേക്ക് പ്രവേശിച്ചത്. ഇക്വിസിസ് മെറൈൻ ഡാറ്റാബേസ് അനുസരിച്ച് 3 കപ്പലുകളും ഒമാൻ ഷിപ്പ് മാനേജ്മെന്റ് കമ്പനിയാണ് കൈകാര്യം ചെയ്യുന്നത്. ഹോർമൂസ് കടലിടുക്ക് യുദ്ധം ആരംഭിച്ചതു മുതൽ ഏറെക്കുറെ അടഞ്ഞു കിടക്കുകയാണ്. എന്നാൽ ഇറാൻ സൗഹൃദ രാജ്യങ്ങളുമായി ബന്ധപ്പെട്ട കപ്പലുകൾക്ക് അവരുടെ ഭാഗത്തു കൂടിയുള്ള വടക്കൻ പാതയിലൂടെ സഞ്ചരിക്കാൻ അനുമതിയുണ്ട്. ഹോർമൂസ് കടലിടുക്കിലെ ഗതാഗതം നിരീക്ഷിക്കാൻ ഒമാനുമായി ഒരു പ്രോട്ടോകോൾ തയ്യാറാക്കുകയാണെന്ന് വ്യാഴാഴ്ച ഇറാൻ ഉപവിദേശകാര്യ മന്ത്രി കാസിം ഗരീബാബാദി പറഞ്ഞു. യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഗൾഫ് മേഖലയിൽ നിന്ന് കടന്നു പോകുന്ന ആദ്യത്തെ LNG കപ്പലാണിത്. ഒപ്പം വലിയ ഓയിൽ ടാങ്കറുകളും ഹോർമൂസ് കടക്കാനുള്ള നീക്കത്തിലാണ്. ടാങ്കറുകൾ ഓരോന്നും ഏകദേശം 2 ദശലക്ഷം ബാരൽ ക്രൂഡ് ഓയിലാണ് വഹിക്കുന്നത്. ടാങ്കറുകളിൽ ഒന്ന് ഫെബ്രുവരി അവസാനം സൗദി അറേബ്യയിൽ നിന്നും മറ്റൊന്ന് അബുദാബിയിൽ നിന്നുമാണ് എത്തിയത്. അതേസമയം കപ്പൽ ട്രാക്ക് ചെയ്യുന്നതിൽ പ്രശ്നങ്ങൾ നേരിടുന്നുമുണ്ട്. സാങ്കേതികമായ തടസ്സങ്ങളാണ് വെല്ലുവിളി സൃഷ്ടിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.